സാറേ സാറ് ഇങ്ങോട്ട്, ഞാൻ സാറിനെ കാണാൻ വേണ്ടി വരികയായിരുന്നു. സാറേ അവിടെ നില്ലേ സാർ, സാർ ഇങ്ങോട്ട് പോകുന്നേ? അത് ഉത്തമൻ അറിയേണ്ട കാര്യമില്ല. നല്ല ദേഷ്യത്തിലാണല്ലോ സാറേ. ആഫീസിൽ നിന്ന് വന്ന പാടെ വക്കീൽ വഴക്കുണ്ടാക്കിയ. ഇനി അവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ബന്ധമില്ലേ? ഈ ലോകത്ത് ഒരു ഭാര്യയും കാണിക്കാത്ത അക്രമമാണ് അവൾ നിന്നോട് കാണിച്ചത്. മറ്റെന്തും ഞാൻ സഹിച്ചേനെ, ഇത് ഞാൻ സഹിക്കുന്ന പ്രശ്നമില്ല. കാര്യം വെച്ചോ പറ. ഞാൻ രാവിലെ പറഞ്ഞല്ലോ. രാവിലെ പറഞ്ഞു? ഓ, അത് ഇതുവരെ വിട്ടില്ലേ സാറേ? എന്റെ സാറേ, വക്കീല് മുടി വെട്ടു എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ലേ? സാറിനെ ചൂടാക്കാൻ. വക്കീൽ എന്തെങ്കിലും പറയുന്ന കേട്ട് വഴക്കുണ്ടാക്കാൻ കൂടെ സാറും. കഷ്ടം. ഇതങ്ങനല്ല ഉത്തമ. പിന്നെ ഒന്നുമില്ല സാറേ, വക്കീല് മുടി വെട്ടൊന്നുമില്ല. സത്യം പറഞ്ഞ വക്കീലിന് സാറിനെക്കാളും ഇഷ്ടം ആ മുടിയാ. അങ്ങനെയുള്ള മുടി ആരെങ്കിലും വെട്ടുവോ? അവള് മുടി വെട്ടി. എന്ത്? അവള് മുടി വെട്ടിക്കളഞ്ഞു ഉത്തമ. ഞാൻ ആഫീസിൽ ചെല്ലുമ്പോ അവള് മുടിയും വെട്ടി വേഷം കെട്ടി നിൽക്കുക അവിടെ. എന്റെ ഹൃദയം തകർന്നു ഉത്തമ. ഞാനത് വിശ്വസിക്കില്ല. വക്കീൽ അങ്ങനെ ചെയ്യൂ സാറേ? ഉത്തമൻ എന്നോടാണ് തർക്കിക്കുന്നത്. മുടിയും വെട്ടി ഒരു ഷർട്ടും പാവാടായിട്ട് നിൽക്കുക അവള്. സാർ എന്തോന്നാ ഈ പറയുന്നേ? ഉത്തമന് വിശ്വാസമില്ലെങ്കിൽ പോയി നോക്ക്, അവള് വീട്ടിലുണ്ട്. എങ്കിൽ പിന്നെ ഒന്ന് കണ്ടിട്ട് എന്ന കാര്യം സാർ കൂടെ കയറും. ഞാനില്ല. അവളുമായുള്ള സകല ബന്ധവും ഞാൻ അവസാനിപ്പിച്ചു. അതായിക്കോ. പക്ഷെ എന്നാലും ഞാൻ ഒറ്റയ്ക്ക് ചെല്ലുന്നതിനേക്കാളും സാറും കൂടെ ഉള്ളത് നല്ലതല്ലേ? സാർ കയറ് സാറേ. ഞാനില്ല എന്ന് പറഞ്ഞില്ല ഉത്തമ. ഇങ്ങോട്ട് കയറ് സാറേ. സാറിന്റെ മുമ്പിൽ വെച്ച് എനിക്ക് വക്കീലിനോട് ചോദിക്കണം, വക്കീലെ നിങ്ങൾക്ക് തലയ്ക്ക് ഭ്രാന്താണോ ഒന്ന്? ഇങ്ങോട്ട് കയറ്. ബോധമുള്ള ആരെങ്കിലും ആ മുടി വെട്ടിച്ച് കളയോ? കയറ് സാറേ. ചോദിച്ചിട്ടിന്റെ കാര്യം സാർ ഇങ്ങോട്ട് കയറ്. ഞാനല്ലേ പറയുന്നത്, ഇങ്ങോട്ട് കയറ്. അതെ, ചവിട്ടി കയറ്. ഇല്ല, ഇന്ന് ചോദിച്ചിട്ടെന്ന കാര്യം. സാറ് പോയിട്ട് വക്കീലിനെ ഇവിടെ വരുന്നില്ല. വക്കീലിനെ വിളി സാറേ, ഞാൻ ഒന്ന് കാണട്ടെ. ഞാൻ വിളിക്കില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? സാറിന്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ സാറിന്റെ ഭാര്യ വിളിക്കാന്ന് പറഞ്ഞ വൃത്തികേടല്ലേ? തിരിച്ചു വരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയത്. അതൊന്നും സാരമില്ല. സാറ് വിളി. വക്കീലേ, വക്കീലേ എവിടെ? അവിടെ ഉണ്ടായിരുന്നു, ചെന്ന് നോക്ക്. വക്കീലേ, വക്കീലേ എവിടെ? കണ്ടില്ലേ എങ്ങനെയുണ്ട്? ഞാൻ ചെയ്തതിൽ വല്ല തെറ്റുണ്ടോ? ഇങ്ങനെ ഒരുത്തിന് കൂടെ ഞാൻ എങ്ങനെ ജീവിക്കും? എന്തുത്തമാ? എത്രയും പെട്ടെന്ന് സാർ ഒരു ഡോക്ടറെ കാണുന്നത് നന്നായിരിക്കും. ഞാനോ? എന്തിന്? എനിക്കറിഞ്ഞൂടാ. അതെന്താ ഉത്തമ അങ്ങനെ? ഉത്തമ, ഞാനും വരിക. ഉത്തമനല്ലേ നിങ്ങൾ കൊണ്ടത്? ഒന്ന് പോകണം. ഞാൻ സത്യഭാമ. അപ്പൊ തന്നെ മുടിക്കെന്താ? നേരത്തെ മുടിയില്ലായിരുന്നല്ലോ, ഇപ്പൊ എങ്ങനെ വന്നു? മുടി പഴയ പോലെ വളർന്നാലേ മോഹനയുടെ തിരിച്ചു വരുള്ളൂ പറഞ്ഞില്ലേ? എനിക്കും മോഹനയുടെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ മുടി നീട്ടി വളർത്തി. ഇത്ര പെട്ടെന്നോ? വെറുതെ മോഹനയുടെ പറ്റിക്കാൻ വേണ്ടി വിഗ് വെച്ചതല്ലേ? അല്ലെങ്കിൽ എന്റെ ഈ മുടി ഞാൻ വെട്ടിക്കളയാനോ? സത്യത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടല്ലേ എന്റെ ഈ മുടി. അല്ലാട്ടോ, ഏറ്റവും ഇഷ്ടം മോഹനേട്ടനെ, പിന്നെ ഇഷ്ടം മോഹനേട്ടൻ, പിന്നെ ഇഷ്ടം മോഹനേട്ടനെ.
പുല്ല്, നീ എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. വാടകയ്ക്കെടുത്ത സാധനമാ. പെണ്ണുങ്ങൾ മുടി നീട്ടി വളർത്തുന്നതാണോ വെട്ടി ചെറുതാക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം പോലെ ചെയ്യട്ടെ എന്നേ പറയാൻ പറ്റും. പക്ഷേ മോഹനകൃഷ്ണനെ പോലെയുള്ള ആണുങ്ങൾക്ക് അവരവരുടെ ഭാര്യയുടെ മുടി ഒരു അഭിമാനമാണ്. ഭർത്താവിന്റെ സന്തോഷത്തിനു വേണ്ടി മാത്രം മുടി നീട്ടാൻ പറ്റില്ലെന്ന് സത്യഭാമയുൾപ്പെടെയുള്ള പെണ്ണുങ്ങൾ തീരുമാനിച്ചാൽ എന്തുണ്ടാവുമെന്ന് കണ്ട സ്ഥിതിക്ക് കുറെ കൂടി നിസ്സാരമായ മറ്റൊരു കാര്യവുമായി കാര്യം നിസ്സാരം നാളെ രാത്രി 9 മണിക്ക്.